ബാക്ക് ടു ലേൺ അക്കാഡമി ഓഫ് മലയാളം. ലേൺ അക്കാഡമി ഓഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ് കിങ് ഡിമാൻഡ് കർവ്. അപ്പൊ മൈക്രോ ഇക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ കിങ് ഡിമാൻഡ് കർവ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ കിങ് ഡിമാൻഡ് കർവിന്റെ മീനിങ് എന്താണെന്ന് നോക്കും. അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിന്റെ അസംഷനെയും ഫീച്ചേഴ്സിനെയും നോക്കുന്നു. ലേറ്റർ നമ്മൾ ഒരു ഡയഗ്രമാറ്റിക് അപ്രോച്ചിലൂടെ ഈ കിങ് ഡിമാൻഡ് കർവിനെ നോക്കി കാണുന്നു. അതിനുശേഷം ഈ കോൺസെപ്റ്റിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ സെഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവാം. കിങ് ഡിമാൻഡ് കർവ്. കിങ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിന്റെ വലിയൊരു ഫീച്ചറാണ്. എന്താണ് അതിനു മുന്നേ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറച്ച് ഫേംസ് മാത്രമാണ് ഉള്ളത്. സോ വി കൻ ഫൈൻഡ് ദാറ്റ് ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് ഇസ് എ മാർക്കറ്റ് സ്ട്രക്ചർ വിത്ത് എ ഫ്യൂ ഫേംസ്. ഓക്കെ, കുറച്ച് ഫേംസ് മാത്രമേ ഈ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഉള്ളൂ. അപ്പൊ ഈ കുറച്ച് ഫേംസ് എന്ന് പറയുന്നത് റൈവൽ ഫേംസ് ആണ്. അപ്പൊ ഓരോ ഫേമും അവരുടെ ഉദ്ദേശം എന്താണ്? എനിക്ക് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കൺസ്യൂമേഴ്സിലേക്ക് എന്റെ പ്രോഡക്റ്റ് എത്തിക്കണം. ഇങ്ങനെയാണ് ഓരോ ഒളിഗോപോളിസ്റ്റിക് ഫേമും വിചാരിക്കുന്നത്. ഇതാണ് അവരുടെ എയിം, ഇതാണ് അവരുടെ ഇന്റൻഷൻ. ഓക്കെ, അപ്പോൾ ഇതുവഴി കൂടുതൽ മാർക്കറ്റ് ഷെയർ കിട്ടുകയും അതുവഴി കൂടുതൽ പ്രോഫിറ്റ് നേടിയെടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഓരോ ഒളിഗോപോളിസ്റ്റിക് ഫേമും ചിന്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന ഒളിഗോപോളിസ്റ്റിക് ഫേമിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പൊ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എടുക്കാം. ഒരു ഇക്കോണമിയിൽ 4 ഫേംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് 4 പേരും റൈവൽസ് ആണ്. ഓക്കെ, ഈ 4 ഒളിഗോപോളിസ്റ്റിക് ഫേംസും സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഫേം എ ഇതാണ് ഒരു ഫേം, ഫേം ബി ഇതാണ് അടുത്ത ഫേം, ഫേം സി ഇതാണ് അടുത്ത ഫേം, ഫേം ഡി ഇതാണ് അടുത്ത ഫേം. ഓക്കെ, അപ്പൊ അങ്ങനെ 4 ഫേംസ് നമുക്കുണ്ട്. ഇവര് 4 പേരും റൈവൽസ് ആണ്, എനിമി ഫേംസ് ആണ്. ഇവര് സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഫേം എയുടെ കമ്മോഡിറ്റിയെ നമുക്ക് ഫേം ബിയുടെയോ സിയുടെയോ ഡിയുടെയോ കമ്മോഡിറ്റി വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റീസ്, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാം. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് ഈ 4 ഫേംസും തമ്മിൽ ഒരു വലിയൊരു കണക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിനെ നമുക്ക് ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് വിളിക്കാം. ഇന്റർ ഡിപ്പെൻഡൻസ്. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഫേം എയുടെ മാർക്കറ്റ് ഷെയറിൽ ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫേം ബിയുടെയും ഫേം സിയുടെയും ഫേം ഡിയുടെയും മാർക്കറ്റ് ഷെയറിനെ ബാധിക്കും. ഫേം എയുടെ മാർക്കറ്റ് ഷെയർ കൂടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ അർത്ഥം ഇതിൽ ഏതെങ്കിലും ഫേം ബിയുടെയോ സിയുടെയോ ഡിയുടെയോ മാർക്കറ്റ് ഷെയറിൽ കുറവ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും മാർക്കറ്റ് ഷെയറിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഫേം എയുടെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഫേം ബിയുടെയോ സിയുടെയോ ഡിയുടെയോ മാർക്കറ്റ് ഷെയറിൽ ഒരു ഹൈക്ക് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും മാർക്കറ്റ് ഷെയർ അവിടെ ഒരു ഹൈക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചറിലെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഓഫ് റൈവൽ ഫേംസ് ആണ് നമ്മൾ ഈ കിങ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ നോക്കിക്കാണുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള ഈ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ്, ഫേം എ ബി സി ആൻഡ് ഡി തമ്മിലുള്ള ആ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് കാരണം ആ മാർക്കറ്റിൽ സംഭവിക്കുന്ന മറ്റൊരു ആസ്പെക്ട് ആണ് പ്രൈസ് റിജിഡിറ്റി. അതായത് പ്രൈസ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ്, ഏത് പ്രൈസിലാണോ നമ്മുടെ ഫേംസ് കൺസ്യൂമറിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്, ആ ഒരു പ്രൈസ്, സെല്ലിംഗ് പ്രൈസിൽ വരുന്ന ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ആണ് നമ്മൾ പ്രൈസ് റിജിഡിറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടിരിക്കാനുള്ള എല്ലാ ചാൻസും നമ്മുടെ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ വരുന്നുണ്ട് എന്നാണ് നമ്മുടെ കിങ് ഡിമാൻഡ് കർവ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ ഡിമാൻഡ് കർവ് പോലെ അല്ല ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിലെ ഡിമാൻഡ് കർവ്. കൺവെൻഷണൽ ഡിമാൻഡ് കർവ് നമുക്കറിയാലോ, ക്വാണ്ടിറ്റി എക്സ് ആക്സിസിൽ എടുക്കുന്നു, പ്രൈസ് വൈ ആക്സിസിൽ എടുക്കുന്നു, ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്
അതായത് ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പോകുന്ന ഒരു ഡിമാൻഡ് കർവ്. സാധനങ്ങളുടെ പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സാധനങ്ങൾ ക്വാണ്ടിറ്റി വാങ്ങുന്നു. സാധനങ്ങളുടെ പ്രൈസ് കൂടി നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് മാത്രം ക്വാണ്ടിറ്റി വാങ്ങുന്ന ആ ഒരു ആസ്പെക്ട് കാണിച്ചു തരുന്ന ഒരു കൺവെൻഷണൽ ഡിമാൻഡ് കർവ് ആണ് നമ്മുടെ ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. ഈ ഒരു സാധാ ഡിമാൻഡ് കർവ് അല്ല നമ്മുടെ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ വരുന്നത്. ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ വരുന്ന ഡിമാൻഡ് കർവിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഡിമാൻഡ് കർവിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് പല പോയിന്റ്സിനും നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. നല്ല രീതിക്ക് അതിന്റെ ഇലാസ്റ്റിസിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺവെൻഷണൽ ഡിമാൻഡ് കർവിൽ നിന്ന് എങ്ങനെയാണ് ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിലെ ഡിമാൻഡ് കർവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കി കാണണം. അതിലേക്ക് നമുക്ക് പോകാം. ഇതിന്റെ ഈ ഡെഫിനറ്റ്ലി ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ ഡിമാൻഡ് കർവ് ശരിക്കും ഒരു സിംഗിൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. പക്ഷെ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിമാൻഡ് കർവ് അല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ കിങ് ഡിമാൻഡ് കർവ് വർക്ക് ചെയ്യുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കിങ് ഡിമാൻഡ് കർവിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എക്സിസ്റ്റ് ചെയ്യുന്ന റൈവൽ ഫേംസ്, അതായത് കുറച്ച് ഫേംസ് മാത്രമേ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ഈ കുറച്ച് ഫേംസ് ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് നടക്കുന്നുണ്ട്, ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കിക്കാണാം. ഓക്കെ, അഗൈൻ നമ്മൾ ഈ 4 ഫേംസിനെ തന്നെയാണ് എടുക്കുന്നത്. നമുക്കുള്ളത് ഫാം എ, ഫാം ബി, ഫാം സി ആൻഡ് ഫാം ഡി. ഓക്കെ, ഇവിടെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതിൽ ഒരു ഫാമിനെ നിങ്ങൾക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഫാം എ ആണ് എടുക്കുന്നത്. ഈ ഫാം എ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാം എയുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് അങ്ങ് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ഫാം എ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാം എ വിചാരിക്കുകയാണ് ഞാൻ എന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? ഫാം എയുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് കൺസ്യൂമേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നും ചിന്തിക്കണം. രണ്ടാമത്തേത് നമ്മൾ ചിന്തിക്കേണ്ടത് റൈവൽ ഫേംസിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നും ചിന്തിക്കണം. അപ്പൊ റൈവൽ ഫേംസ് ആരൊക്കെയാണ്? റൈവൽ ഫേംസ് എന്ന് പറയുമ്പോൾ ഫാം ബി, ഫാം സി ആൻഡ് ഫാം ഡി. ഓക്കെ, കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഫാം എയുടെ പ്രോഡക്റ്റ് അന്ന് വരെ വാങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാർ. അപ്പൊ ആദ്യം നമുക്ക് കൺസ്യൂമേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാം, എന്നിട്ട് അതുവഴി നമുക്ക് റൈവൽ ഫേംസിന്റെ പെർസ്പെക്റ്റീവിലേക്ക് നോക്കാം. അപ്പൊ കൺസ്യൂമേഴ്സ് ഇവിടെ എന്താ ചെയ്യുന്നത്? ഫാം എയുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പൊ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ റാഷണൽ ആണ്. അതുപോലെ തന്നെ അവരുടെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ഒരു സാധനം മേടിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനത്തിന്റെ പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ ആ സാധനം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ മേടിക്കുന്നത്. അതേപോലെ തന്നെ ഒരു സാധനത്തിന്റെ പ്രൈസ് കൂടി നിൽക്കുമ്പോൾ ആ സാധനം നമ്മൾ കുറച്ച് മാത്രമാണ് വാങ്ങുന്നത്, അല്ലെ? അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് മാത്രമാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ ഇവിടെ കൺസ്യൂമേഴ്സ് നോക്കുമ്പോൾ ഫാം എയുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടി നിൽക്കുക. അപ്പൊ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു? കൺസ്യൂമേഴ്സിന് ക്വാണ്ടിറ്റി കുറച്ച് മാത്രമേ അവിടെ ഫാം എയുടെ പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി കുറച്ച് മാത്രമേ അവർ ഡിമാൻഡ് ചെയ്യത്തുള്ളൂ, അല്ലെ? അപ്പൊ അതുവഴി സംഭവിക്കുന്നത് എന്താണ്? ഫാം എക്ക് എന്താണ് സംഭവിക്കുന്നത്? ഫാം എക്ക് കുറച്ച് മാത്രമേ സെല് ചെയ്യാൻ പറ്റൂ. കുറച്ച് കൺസ്യൂമേഴ്സിലേക്ക് മാത്രമേ അവരുടെ പ്രോഡക്റ്റിനെ എത്തിക്കാൻ ഫാം എക്ക് പറ്റുള്ളൂ. കാരണം അവരുടെ പ്രൈസ് കൂടി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഫാം എക്ക് എന്താണ് സംഭവിക്കുന്നത്? ഫാം എക്ക് അവിടെ ഒരു ലോസ് ഓഫ് മാർക്കറ്റ് ആണ് സംഭവിക്കുന്നത്, അല്ലെ? ഫാം എക്ക് ലോസ് ഓഫ് മാർക്കറ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ മറ്റ് ഫേംസ് നോക്കുമ്പോൾ ഫാം എ പ്രൈസ് കൂട്ടിയത് കാരണം ഫാം എക്ക് അത്രയും നാൾ വരെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിനെ കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൈവൽ ഫേംസ് എന്ത് ചെയ്യുന്നു? ഫാം എ പ്രൈസ് കൂട്ടിയെന്ന് വിചാരിച്ചിട്ട് റൈവൽ ഫേംസ് ഒരു കാരണവശാലും അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂട്ടില്ല. കാരണം ഫാം എയുടെ പ്രൈസ് കൂട്ടുമ്പോൾ ഫാം എക്ക് കസ്റ്റമേഴ്സിന് നഷ്ടപ്പെടുകയാണ് ചെയ്തത്, അല്ലെ? അപ്പൊ റൈവൽ ഫേംസ് ഒരു കാരണവശാലും ഫാം എയുടെ പ്രൈസ് കൂട്ടുക എന്നുള്ള ഒരു ആക്ഷൻ ഫോളോ ചെയ്യില്ല. സോ rival firms do not follow a price hike. കാരണം എന്താണ്? അവർക്കറിയാം മാർക്കറ്റ് ലോസ് ആവും, അവർക്ക് മാർക്കറ്റ് നഷ്ടപ്പെടും എന്ന് അവർക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഫാം എ ചിലപ്പോൾ തിരിച്ച് പഴയ പ്രൈസിൽ തന്നെ വരും. കാരണം ഫാം എക്ക് മനസ്സിലായി
ഞാൻ പ്രൈസ് കൂട്ടിയത് കൊണ്ട് എനിക്ക് ഒരു രീതിയിലുള്ള ലാഭവും വന്നിട്ടില്ല, ഇൻസ്റ്റെഡ് അവിടെ വന്നിട്ടുള്ളത് നഷ്ടം മാത്രമാണ്. അപ്പൊ കുറച്ചു കാലം കഴിയുമ്പോൾ ഫേം എക്ക് ഈ ഒരു മെക്കാനിസം മനസ്സിലാകുകയും ഫേം എ തിരിച്ച് പഴയ പ്രൈസിൽ തന്നെ വരികയും അങ്ങനെ പഴയ പ്രൈസിൽ തന്നെ കമ്മോഡിറ്റി വിറ്റ് പോവുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് അവിടെ ഫിക്സഡ് ആയിരിക്കുകയാണ് അല്ലെ, പ്രൈസ് അവിടെ മൂവ് ചെയ്യാതെ റിജിഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി ഫേം എ ഇൻസ്റ്റെഡ് ഓഫ് ഇൻക്രീസിങ് പ്രൈസ്, ഫേം എ പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്തതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ചിന്തിക്കണം ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് കൺസ്യൂമേഴ്സ്, ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് റൈവൽ ഫേംസ്. റൈവൽ ഫേംസിന്റെ പെർസ്പെക്റ്റീവിലും കൺസ്യൂമേഴ്സിന്റെ പെർസ്പെക്റ്റീവിലും നമ്മൾ ഈ സെയിം കാര്യം നോക്കിക്കാണും. അപ്പൊ കൺസ്യൂമേഴ്സിന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഫേം എ അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് സിറ്റുവേഷൻ. കൺസ്യൂമേഴ്സ് വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് ഇനി കൂടുതൽ സാധനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റും, കാരണം പ്രൈസ് കുറഞ്ഞിരിക്കുകയാണ്. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഫിറ്റബിൾ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? കൂടുതൽ സാധനം വാങ്ങിക്കണം. സോ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് സംഭവിക്കും? ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും അല്ലെ. അപ്പൊ ഫേം എക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട്, കാരണം ഫേം എയുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇവിടെ കുറഞ്ഞിരിക്കുന്നു. എക്സിസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഫേം എക്ക് എന്താണ് സംഭവിക്കുന്നത്? ഫേം എക്ക് മാർക്കറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഗെയിൻ ഓഫ് മാർക്കറ്റ്, ഒരുപാട് മാർക്കറ്റ് ഷെയർ ആർക്ക് വരും? ഫേം എക്ക് വരും. അപ്പോ റൈവൽ ഫേംസ് എന്ത് ചിന്തിക്കും? റൈവൽ ഫേംസിന് മനസ്സിലാകും, ഓക്കെ ഞങ്ങളുടെ കസ്റ്റമേഴ്സും കൂടി ഫേം എക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം റൈവൽ ഫേംസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റൈവൽ ഫേംസിന് ഇത് മനസ്സിലാവും. അപ്പൊ റൈവൽ ഫേംസ് വിചാരിക്കും ഇനി എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഫേം ബിയും ഫേം സിയും ഫേം ഡിയും എന്താ വിചാരിക്കുക? ഞങ്ങളും പ്രൈസ് കുറച്ചിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സ് എല്ലാവരും കൂടി ആരുടെ പ്രോഡക്റ്റ് മേടിക്കും? ഫേം എയുടെ പ്രോഡക്റ്റ് മേടിക്കും. അപ്പൊ ഞങ്ങളുടെ പ്രോഡക്റ്റ് കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല, ആരും മേടിക്കത്തില്ല. സോ നമ്മൾ ലോസിൽ പോവും. സോ റൈവൽ ഫേംസ് എന്ത് ചെയ്യും? റൈവൽ ഫേംസ് ഇപ്പൊ വിചാരിക്കും നമ്മളും പ്രൈസ് കുറയ്ക്കണം. സോ നമ്മളും പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ അടുത്തും കസ്റ്റമേഴ്സ് വരും, നമുക്ക് ആ നേരത്തെ ഉണ്ടായിരുന്ന ആ മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ റൈവൽ ഫേംസ് എന്ത് ചെയ്യും? ഇവിടെ അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് അവർ കുറയ്ക്കും. അപ്പൊ ഇന്ന ലോങ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ലോങ് റണ്ണിൽ എന്താണ് സംഭവിക്കുന്നത്? ഫേം എ ആണല്ലോ ആദ്യം പ്രൈസ് കുറച്ചത്. ഫേം എ പ്രൈസ് കുറച്ചപ്പോൾ ഫേം എയുടെ ഇന്റൻഷൻ എന്തായിരുന്നു? ഉദ്ദേശം എന്തായിരുന്നു? കൂടുതൽ മാർക്കറ്റ് ഷെയർ അവർക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത്? മറ്റ് റൈവൽ ഫേംസും കൂടെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. അപ്പൊ മറ്റ് റൈവൽ ഫേംസും കൂടെ പ്രൈസ് കുറച്ചത് കൊണ്ട് തന്നെ ഫേം എക്ക് ഉദ്ദേശിച്ച അത്ര ബെനിഫിറ്റ് ലോങ് റണ്ണിൽ കിട്ടില്ല. അപ്പൊ ഷോർട്ട് റണ്ണിൽ ഡെഫിനറ്റ് ആയിട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും ഫേം എക്ക് ഒരു ബെനിഫിറ്റ് കിട്ടും. പക്ഷെ ആ ഒരു ബെനിഫിറ്റ് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണെന്ന് ഫേം എക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? റൈവൽ ഫേംസും പ്രൈസ് കുറയ്ക്കപ്പോ. അപ്പൊ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ഫേംസും പ്രൈസ് കുറച്ചിട്ടുണ്ട്, എല്ലാ ഫേംസും സാധനം വിൽക്കുന്നത് അഗൈൻസ്റ്റ് ഒരു സെയിം പ്രൈസിലാണ്, സെയിം പ്രൈസിലേക്ക് സാധനം വിൽക്കുന്നു. ഈ സെയിം പ്രൈസ് എന്ന് പറഞ്ഞാൽ പഴയ പ്രൈസിനെക്കാട്ടും ലോവർ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം ആസ് പെർ ലോ ഓഫ് സപ്ലൈ പ്രൈസ് കൂടി നിൽക്കുന്ന സമയത്ത് സാധനങ്ങൾ വിൽക്കാനാണ് ഒരു പ്രൊഡ്യൂസറിന് ഇഷ്ടം, കൂടുതൽ സാധനങ്ങൾ വിൽക്കാനാണ് ഒരു പ്രൊഡ്യൂസറിന് ഇഷ്ടം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഫേം എ കാരണം മറ്റു റൈവൽ ഫേംസും കൂടെ അവരുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഓൾ ടുഗെദർ മാർക്കറ്റിൽ പ്രൈസിന് നല്ലൊരു ഡൗൺഫോൾ വന്നിട്ടുണ്ട്, നന്നായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു അവസ്ഥ അല്ല. കൂടി നിന്ന പ്രൈസിൽ നിന്ന് കുറഞ്ഞ പ്രൈസിൽ ആണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. ഇപ്പൊ കുറഞ്ഞ പ്രൈസിലാണ് അവരിപ്പോ സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നത്. സോ അതൊരു പ്രോഫിറ്റബിൾ സെനാറിയോ അല്ല. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വീണ്ടും നമ്മൾ ഒരു സെയിം പ്രൈസ് സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ സെയിം പ്രൈസ് സിറ്റുവേഷൻ ഒരു ലോവർ പ്രൈസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് പ്രോഫിറ്റബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ as far as റാഷണൽ ഫേം ഇസ് കൺസേൺ അവർ ഒരു കാരണവശാലും പ്രൈസ് കുറയ്ക്കാനും പോകില്ല. അപ്പൊ ഫേം എ റാഷണൽ ആണെങ്കിൽ അവർ ഒരു കാരണവശാലും പ്രൈസ് കുറയ്ക്കത്തുമില്ല. കാരണം അവർക്ക് അറിയാം നമുക്കൊരു ഗെയിൻ കിട്ടിയാൽ തന്നെ അതൊരു ചെറിയ പീരീഡത്തേക്ക് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ അതൊരു ലോസ് ആയിട്ട് പിന്നീട് വരും. സോ എന്തിനാ വെറുതെ ലോസ് വരുത്തി വെക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവര് പ്രൈസ് കുറയ്ക്കത്തുമില്ല. അപ്പൊ ആദ്യം പറഞ്ഞു ഫേം എ പ്രൈസ് കൂട്ടില്ല, കാരണം ഫേം എക്ക് അറിയാം
മറ്റുള്ളവർ ഫോളോ ചെയ്യില്ല, അതുകൊണ്ട് തന്നെ മറ്റ് റൈവൽ ഫേംസ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫേം എക്ക് അതൊരു നഷ്ടം വരുത്തും. ഇവിടെ പ്രൈസ് കുറയ്ക്കുന്ന കാര്യം നോക്കുമ്പോൾ അഗൈൻ ഫേം എ അത് ആ ഒരു ഡിസിഷൻ എടുക്കില്ല. കാരണം ഫേം എക്ക് അറിയാം മറ്റ് റൈവൽ ഫേംസ് ഫോളോ ചെയ്യും, അവരും പ്രൈസ് കുറയ്ക്കും. അത് കാരണം ഫേം എക്ക് ഒരു കാരണവശാലും ഒരു ലോങ് ടേം ഗെയിൻ കിട്ടില്ല, ഒരു ലോങ് ടേം ലോസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് വിൽ ബിക്കം റിജിഡ്, പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സഡ് ആയിട്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ കിങ് ഡിമാൻഡ് കർവ് അപ്രോച്ച് മനസ്സിലാക്കിയത്. ഓക്കെ, പ്രൈസ് റിജിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ കിങ് ഡിമാൻഡ് കർവ് എന്ന കോൺസെപ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ കിങ് ഡിമാൻഡ് കർവ് എന്നുള്ളതിന്റെ ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ ഇവോൾവ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പോൾ എം സ്യൂസി എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിങ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. 1930s ഈ ഒരു ഐഡിയയെ പോൾ എം സ്യൂസി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹം പറയുന്നതനുസരിച്ച് നമ്മുടെ ഒളിഗോപ്പൊളിയുടെ ഫേംസ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവര് തമ്മിലുള്ള ഇന്റർഡിപെൻഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവരൊരു പ്രൈസ് സെല്ലിംഗ് പ്രൈസിനെ ബേസ് ചെയ്തിട്ട് അവരൊരു ഡിസിഷൻ എടുക്കും. അവരൊരു ഡിസിഷൻ എടുത്ത ആ ഒരു ഡിസിഷൻ എന്താണ്, അവര് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഏതെങ്കിലും ഒരു റൈവൽ ഫേം അവരുടെ പ്രൈസിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് മറ്റുള്ള ഫേംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അവർക്ക് അറിയാവും എന്നുള്ളത് കൊണ്ട് തന്നെ അത് കാരണം ഉണ്ടാവുന്ന കോൺസിക്വൻസിനെ പറ്റിയിട്ട് അവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഏതെങ്കിലും ഒരു റൈവൽ ഫേംസിൽ അവരുടെ പ്രൈസിൽ വരുത്തുന്ന ഫ്ലക്ച്വേഷൻസ് കാരണം അവർക്ക് തന്നെ വരുന്ന കോൺസിക്വൻസിനെ പറ്റിയിട്ട് അവർക്ക് ധാരണ ഉള്ളത് കൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും, ഒരു കാരണവശാലും പ്രൈസിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കറണ്ട് പ്രൈസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. സോ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ഫ്യൂ ഫേംസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് പ്രൈസ് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്, എങ്ങനെയാണ് പ്രൈസ് ഫിക്സഡ് ആയിട്ടിരിക്കുന്നത്, റിജിഡ് ആയിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുന്നേ എന്താണ് ഈ യഥാർത്ഥ നമ്മുടെ കിങ് ഡിമാൻഡ് കർവ് എന്നുള്ളതിലേക്ക് നമ്മൾ ഡയഗ്രമാറ്റിക് അപ്രോച്ചിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിന്റെ കുറച്ച് അസംഷൻസ് പറയണം. ആക്ച്വലി ഇതിന്റെ അസംഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചർ ആണ് എടുക്കുന്നത്. അതായത് ഫ്യൂ ഫേംസ് മാത്രമുള്ള ഒരു സെറ്റിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഈ ഫ്യൂ ഫേംസ് തമ്മിൽ എന്താണുള്ളത്, ഇന്റർഡിപെൻഡൻസ് ആണുള്ളത്. ഏതെങ്കിലും ഒരു ഫേം എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് മറ്റുള്ള ഫേംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെ ഒരു സെറ്റിംഗിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കിങ് ഡിമാൻഡ് കർവ് എന്ന കോൺസെപ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഗൈൻ പ്രൈസ് റിജിഡിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് പ്രൈസ് എന്ന് പറയുന്നത്, ഫിക്സഡ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് കിങ് ഡിമാൻഡ് കർവിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കൺവെൻഷണൽ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ എക്സ് ആക്സിൽ എടുക്കുന്നു, പ്രൈസ് നമ്മൾ വൈ ആക്സിസിൽ എടുക്കുന്നു. ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ് കൺവെൻഷണൽ ഡിമാൻഡ്. പക്ഷേ നമ്മൾ കിങ് ഡിമാൻഡ് കർവിലേക്ക് വരുമ്പോൾ അഗൈൻ നമ്മൾ ക്വാണ്ടിറ്റി എക്സ് ആക്സിസിലും പ്രൈസ് വൈ ആക്സിസിലും തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പിന് വേരിയേഷൻ വരുന്നു. ഈ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് കിങ്ങിന്റെ മുകളിലും കിങ്ങിന്റെ താഴെയുമായിട്ട് ഡിഫറെന്റ് ഇലാസ്റ്റിസിറ്റി ആണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ് കിങ്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് കർവിന് ഒരു ബെഞ്ച് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബെഞ്ച് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ബെഞ്ച് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കർവിന്റെ ഒരു പോർഷനിൽ ഒരു ഇലാസ്റ്റിസിറ്റിയും മറ്റേ പോർഷനിൽ വേറൊരു ഇലാസ്റ്റിസിറ്റിയുമാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് അറിയാം. അതായത് ഒരു പ്രൈസിൽ വരുന്ന മാറ്റം കാരണം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്തോരം മാറ്റം വരുന്നുണ്ട്, പ്രൈസ് എത്രമാത്രം മാറുന്നു എന്നുള്ളതനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്തോരം മാറ്റം വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി കൊണ്ട്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് നമ്മുടെ ഡിമാൻഡ് കർവിന് ഒരു ബെഞ്ച് കാണാൻ പറ്റും, അല്ലെ? ഒരു കിങ് കാണാൻ പറ്റും. അപ്പൊ ഈ ബെഞ്ച് വരുന്ന ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രൈസ് ഇൻ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ സാധനങ്ങൾ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ വിൽക്കുന്നത്. സോ ഇവിടുത്തെ പ്രൈസ് എന്താണ്, P0.
P0 എന്ന് പറയുന്ന പ്രൈസിലാണ് നമ്മൾ ഒളിഗോപോളിസ്റ്റ് മാർക്കറ്റിൽ എന്ത് സാധനങ്ങൾ എല്ലാ റൈവൽ ഫേംസും വിൽക്കുന്നത്. അപ്പൊ ഈ പ്രൈസിന് മാറ്റമില്ല. അപ്പൊ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q0 ആണ്, കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി. നിങ്ങൾ ഈ കിങ്ങിന്റെ മുകളിലുള്ള ഡിമാൻഡ് കർവിന്റെ പോർഷൻ എടുത്ത് നോക്കുക. അപ്പൊ നമുക്കറിയാം ഇത് കുറച്ച് ഫ്ലാറ്റർ ആണ് അല്ലെ, ഇത് കുറച്ച് ഫ്ലാറ്റർ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ഈ ഫ്ലാറ്റർ ആയിട്ടുള്ള ഏരിയയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എവിടെ കൂടുതലാണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പോർഷൻ എടുക്കാം, അതായത് നമ്മുടെ കിങ്ങിന്റെ താഴത്തെ ഈ ഏരിയ. ഈ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടു ഫ്ലാറ്റർ ആയിട്ടുള്ള കർവ് ആണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്, മോർ ഇലാസ്റ്റിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് മോർ സെൻസിറ്റീവ് ആണ്. ലോവർ പോർഷൻ ഓഫ് ദ കിങ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു കർവ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു കർവിന് എന്താണ് സംഭവിക്കുന്നത്, പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഇൻഇലാസ്റ്റിക് ആണ്. അതായത് പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ കിങ്ങിന്റെ താഴെയും മുകളിലുമായിട്ട് ഡിഫറെന്റ് ഇലാസ്റ്റിസിറ്റി ആണ് കാണിക്കുന്നത്. ഇനി കിങ്ങിന്റെ ഈ ഒരു പോയിന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ്. അപ്പൊ ഇനി നമ്മൾ ഈ കിങ് ഡിമാൻഡ് കർവിനെ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് എക്സ് ആക്സിസിലും പ്രൈസ് എടുക്കുന്നത് വൈ ആക്സിസിലും ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കിങ് ഡിമാൻഡ് കർവ് ഉണ്ട്, അതായത് ഇതാണ് കിങ് ഡിമാൻഡ് കർവ്. എ ബി എന്ന് പറയുന്ന പോയിന്റിൽ കിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡി. ഓക്കെ, സോ എ ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ കിങ് ഡിമാൻഡ് കർവ്. കിങ് ഡിമാൻഡ് കർവ്, ഡിമാൻഡ് കർവ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ മാർക്കറ്റില് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ MR വരയ്ക്കുന്നു, അതായത് മാർജിനൽ റവന്യൂ കർവ് വരയ്ക്കുന്നുണ്ട്. അഡീഷണൽ റവന്യൂ കമ്മിങ് ടു ദ ഫേം ഡ്യൂ ടു സെയിൽ ഓഫ് ആൻ അഡീഷണൽ ഔട്ട്പുട്ട്. അതായത് ഒരു എക്സ്ട്രാ ഔട്ട്പുട്ട് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ എന്തുമാത്രം എക്സ്ട്രാ റവന്യൂ ആണ് ആ ഫേമിന് കിട്ടുന്നത് എന്ന് കാണിക്കുന്ന കർവാണ് മാർജിനൽ റവന്യൂ കർവ്. അപ്പൊ നമ്മൾ മാർജിനൽ റവന്യൂ കർവ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മാർജിനൽ റവന്യൂ കർവ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പൊ AS വരെ ഒരു പോർഷൻ ഓഫ് മാർജിനൽ റവന്യൂ കർവ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കുറെ നേരത്തേക്ക് മാർജിനൽ റവന്യൂവിനെ നമുക്ക് കാണാനേ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ TMR, ഇത്രയാണ് നമ്മുടെ മാർജിനൽ റവന്യൂ കർവ്. അപ്പൊ ഈ ഡിസ്കണ്ടിന്യൂസ് പോർഷനിൽ കൂടെ തന്നെ ഒരുപാട് മാർജിനൽ കോസ്റ്റ് കർവ് പോകുന്നുണ്ട് അല്ലെ, മാർജിനൽ യു ഷേപ്ഡ് മാർജിനൽ കോസ്റ്റ് കർവ് പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി നമ്മുടെ കിങ് ഡിമാൻഡ് കർവിന്റെ നമ്മുടെ ഡിമാൻഡ് കർവിലേക്ക് തന്നെ നമ്മൾ ഐഡിയ ഫോക്കസ് ചെയ്യാണ്. അതായത് നമ്മുടെ AD എന്ന് പറയുന്ന ഡിമാൻഡ് കർവിന്റെ B എന്ന് പറയുന്ന പോയിന്റിൽ കിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന. പ്രൈസ് എന്ന് പറഞ്ഞ P ആണ്. കറസ്പോണ്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യാം, ദാറ്റ് ഈസ് Q. OP അല്ലെങ്കിൽ OQ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ കിങ് ഡിമാൻഡ് കർവിന്റെ ഇലാസ്റ്റിക് ഏരിയ നമ്മൾ എടുക്കുന്നു. ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഈ ഫ്ലാറ്റർ ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, ഈ ഫ്ലാറ്റർ ഏരിയയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ പ്രൈസ് കുറച്ചെങ്ങാനും കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്, അവിടത്തെ ആ ഒരു പ്രോഡക്റ്റിനെ ഏത് ഫേമാണോ പ്രൈസ് കൂട്ടിയിട്ടുള്ളത് ആ ഒരു ഫേമിന്റെ പ്രോഡക്റ്റിനെ ആൾക്കാർ മേടിക്കാനേ തയ്യാറാവില്ല. കാരണം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കമോഡിറ്റീസ് അവൈലബിൾ ആണ്, പ്രൈസ് കുറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് കമോഡിറ്റീസ് അവൈലബിൾ ആണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു ഫേം കൊണ്ടുവന്നിട്ട് പ്രൈസ് കൂട്ടുന്നത്. അപ്പൊ പ്രൈസ് കൂട്ടിയ കമോഡിറ്റി ഒരു കാരണവശാലും ആരും വാങ്ങുന്നില്ല അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയൊരു ഡിപ്പ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് വരാം, നമ്മുടെ ബിലോ ദ കിങ് ഏരിയ. ബിലോ ദ കിങ് ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ സ്റ്റീപ്പർ ആയിട്ടുള്ള ഏരിയ. സ്റ്റീപ്പർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ലെസ് എലാസ്റ്റിസിറ്റി വരുന്ന ഒരു റീജിയൻ ആണ്, ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ലെസ് സെൻസിറ്റീവ് ആണ്. അതായത് എങ്ങാനും പ്രൈസ് കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്ര കണ്ട് ലാഭം ആ പ്രൈസ് കുറച്ച ഫേമിന് കിട്ടത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫേം A എന്ന് പറയുന്നത് എന്താണ്, ഫേം A പ്രൈസ് കുറയ്ക്കുമ്പോൾ
മറ്റ് ഫേംസും ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫേം എക്ക് വലിയ ലാഭം വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പ്രൈസ് കുറച്ചതുകൊണ്ട് ഫേം എക്ക് വലിയ ലാഭം വരുന്നില്ല. ഇൻസ്റ്റെഡ് ഇൻ ദ ലോങ് റൺ അവിടെ ചിലപ്പോൾ ഒരു നഷ്ടമായിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ റൈവൽ ഫേംസ് അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഫേംസ് ഇൻ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചർ ഇപ്പോ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൈസിൽ നിന്നും പ്രൈസ് മാറ്റി അവരുടെ സാധനങ്ങൾ മാർക്കറ്റിൽ വിൽക്കാൻ ഒരു കാരണവശാലും അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ല. കാരണം അവർക്കറിയാം എങ്ങാനും പ്രൈസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് കാരണം അവർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടത്തില്ല. ഇൻസ്റ്റഡ് അവർക്ക് ഒരു ലോസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഫേംസ് ഇൻ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ്സ് പ്രൈസ് കോമ്പറ്റീഷനിലേക്ക് പോകുകയേയില്ല. അപ്പൊ മറ്റേത് തരം കോമ്പറ്റീഷൻ ആണ് ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആയിരിക്കും. പ്രൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കത്തില്ല അവരുടെ കോമ്പറ്റീഷൻ. പ്രൈസിൽ നിന്നും മാറി മറ്റേതെങ്കിലും ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ കോമ്പീറ്റ് ചെയ്യുന്നത്. സംടൈംസ് അവർ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, സംടൈംസ് അവർ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും അഡ്വാൻറ്റേജസ് പ്രൊഡക്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവര് പ്രോഫിറ്റ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെയൊക്കെ ബേസിസിലായിരിക്കും അവർ കോമ്പീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ആഡ് ഒക്കെ പോയിട്ട് ആയിരിക്കും അവര് മാക്സിമം കസ്റ്റമേഴ്സിനെ അവരുടെ പ്രോഡക്റ്റിലേക്ക് പിടിച്ച് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതല്ലാണ്ട് ഒരു കാരണവശാലും ഈ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ പ്രൈസ് കോമ്പറ്റീഷൻ നടക്കില്ല. കാരണം നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? റാഷണൽ ആയിട്ടുള്ള ഫേംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒപ്പം ഒരു റാഷണൽ ഫേം എപ്പോഴും അവരുടെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഒരു കാരണവശാലും ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ പ്രൈസ് കോമ്പറ്റീഷൻ വരില്ല. അവിടെ നടക്കുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ റൈവൽ ഫേംസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഒരു കാരണവശാലും പ്രൈസ് കോമ്പറ്റീഷൻ അല്ല. അപ്പൊ ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ഒരു കാരണവശാലും നമ്മുടെ ഒളിഗോപോളിസ് മാർക്കറ്റിൽ പ്രൈസ് കോമ്പറ്റീഷൻ വരില്ല. അവിടെ ഉള്ളത് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ കിങ് ഡിമാൻഡ് കർവ് എന്ന് മനസ്സിലാക്കി. കിങ് ഡിമാൻഡ് കർവ് പ്രൈസ് റിജിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അഗൈൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പോളംസ് യൂസി ആണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ കിങ് ഡിമാൻഡ് കർവിന്റെ പല പോയിന്റ്സിലും പല എലാസ്റ്റിസിറ്റി ആണെന്ന് മനസ്സിലാക്കി. അബൌവ് ദ കിങ്കും ബിലോ ദ കിങ്കും ഡിഫറെന്റ് ഇലാസ്റ്റിസിറ്റി ആണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഈ കിങ് ഡിമാൻഡ് കർവിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ റിയൽ വേൾഡിലോട്ട് വരുമ്പോൾ നമുക്കറിയാം റിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആണ്, അല്ലെ? ഭയങ്കര കോംപ്ലക്സ് ആണ്, ഫുൾ ഓഫ് റിസ്ക് ആണ്, അൺസർട്ടിനിറ്റി ഉണ്ട്. അതായത് നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ഫ്യൂച്ചറിനെ കംപ്ലീറ്റ് 100% ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തേ ഇല്ല. നമ്മൾ ചെറിയ ചെറിയ പ്രഡിക്ഷൻസ് ഒക്കെ നടത്തുന്നു, പക്ഷെ അതെല്ലാം തന്നെ കംപ്ലീറ്റ്ലി കറക്റ്റ് ആയിട്ട് വരണം എന്ന് ഒരു കാരണവശാലും നമുക്ക് ചാടിയും പിടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ലൈഫിൽ റിസ്ക് എലമെന്റ് ഉണ്ട്, നമ്മുടെ ലൈഫിൽ അൺസർട്ടനിറ്റി എലമെന്റ് ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഒരു കാരണവശാലും കംപ്ലീറ്റ് ഒരു അക്യുറേറ്റ് പ്രഡിക്ഷൻ ഇവിടെ നടത്താൻ പറ്റാത്തത്. അപ്പൊ ഇവിടെ കിങ് ഡിമാൻഡ് കർവിന്റെ ഒരു പെർട്ടിക്കുലർ സെറ്റിങ്ങിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? എല്ലാ ഫേംസും ഒരുപോലെ പ്രൈസ് ചേഞ്ചിനോട് അവരുടെ അപ്രോച്ച് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഫേം എ, ഫേം ബി, ഫേം സി ആൻഡ് ഫേം ഡി. ഫേം എ, ഫേം ബി, ഫേം സി ആൻഡ് ഫേം ഡി. അപ്പൊ ഞാൻ പറഞ്ഞു ഫേം എ ആണ് ഇവിടെ പ്രൈസിൽ മാറ്റം വരുത്തുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഫേം ബിയും സിയും ഡിയും ഫോളോ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം ഒരുമിച്ച് ഒരുപോലെ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ കണ്ടത്. പക്ഷെ റിയൽ വേൾഡിൽ അങ്ങനെ തന്നെ വേണമെന്നില്ലല്ലോ. ഫേം എക്ക് അവരുടെ വഴിക്ക് ചിന്തിക്കാം, ഫേം സിക്ക് അവരുടെ വഴിക്ക് ചിന്തിക്കാം, ഫേം ഡിക്ക് അവരുടെ വഴിക്ക് ചിന്തിക്കാം, അങ്ങനെയല്ലേ? അപ്പൊ പോളംസ് യൂസി അദ്ദേഹത്തിന്റെ കിങ് ഡിമാൻഡ് കർവ് കോൺസെപ്റ്റ് പറയുമ്പോൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരു കാരണവശാലും നമ്മുടെ റിയൽ വേൾഡ് കോംപ്ലക്സിറ്റീസ് അവിടെ അതേപോലെ ഡെപ്പിക്ട് ചെയ്ത് കാണുന്നില്ല. അപ്പൊ അത് വലിയൊരു ലിമിറ്റേഷൻ ആണ്. അടുത്തൊരു കാര്യം, ഈ സ്യൂസി പറഞ്ഞ ഡിമാൻഡ് കർവില് അല്ലെങ്കിൽ കിങ് ഡിമാൻഡ് കർവില് ഒരു സ്റ്റേറ്റിക് നേച്ചർ ഓഫ് ഇക്കോണമിയാണ് പറയുന്നത്. അതായത് നമ്മുടെ എക്കോണമി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പാത്തിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. ഇതൊരു കോൺസ്റ്റന്റ് റേറ്റിൽ ഇങ്ങനെ അങ്ങ് പോവാണ്. അവിടെ അങ്ങോട്ടും മാറ്റമില്ല, ഇങ്ങോട്ടും മാറ്റമില്ല. അപ്പൊ സ്യൂസി പറഞ്ഞത് തന്നെ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ പ്രൈസിൽ അങ്ങോട്ടും ഒരു മാറ്റമില്ല, ഇങ്ങോട്ടും ഒരു മാറ്റമില്ല. പ്രൈസ് കൂടുന്നുമില്ല, കുറയുന്നുമില്ല. ഫേംസ് എന്താണ് ആ ഒരു സ്റ്റാറ്റിക് പ്രൈസിൽ കൂടെ അല്ലെങ്കിൽ ഒരു
കോൺസ്റ്റന്റ് പ്രൈസിൽ കൂടെ, റിജിഡ് പ്രൈസിൽ കൂടെ, ഒരു ഫിക്സഡ് പ്രൈസിൽ കൂടെ ഇങ്ങനെ പോകുന്നു, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. ഓക്കെ, നമുക്ക് അത് ഒരു പരിധി വരെ അംഗീകരിച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും ഇക്കോണമിയിൽ വരുന്ന ഈ ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് കണ്ടില്ല എന്ന് നടിച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഡെഫിനറ്റ് ആയിട്ടും എന്താണ് നടക്കുന്നത്, ഓരോ ഫേംസും അവർ റിസർച്ചസിൽ ഏർപ്പെടുന്നു, ഡെവലപ്മെന്റ്സിൽ ഏർപ്പെടുന്നു, ഇന്നോവേഷൻസിൽ ഏർപ്പെടുന്നു, ഇൻവെൻഷൻസിൽ ഏർപ്പെടുന്നു, പുതിയ പുതിയ മാറ്റങ്ങൾ, മോഡിഫിക്കേഷൻസ് അവരുടെ കമോഡിറ്റീസിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ടും ഇതൊക്കെ കാരണം അവർക്ക് ഉണ്ടാകുന്ന മാർക്കറ്റ് ഷെയറിൽ ചേഞ്ചസ് വരാം, കൺസ്യൂമേഴ്സിന് അവരുടെ പ്രോഡക്റ്റിലോട്ടുള്ള അപ്രോച്ചിൽ ഡെഫിനറ്റ് ആയിട്ടും ചേഞ്ചസ് വരാം ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം. പക്ഷേ നമ്മുടെ CUSE അതിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല. അപ്പൊ അതും കിങ് ഡിമാൻഡ് കർവിന്റെ വലിയൊരു ലിമിറ്റേഷൻ ആണ്. അപ്പോ നമ്മൾ കിങ് ഡിമാൻഡ് കർവിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ പറഞ്ഞു ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിലെ എന്താണ് പ്രൈസ് റിജിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കിങ് ഡിമാൻഡ് കർവ്, അല്ലെ? നമ്മുടെ ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ ഇന്റർഡിപെൻഡൻസ് വരുന്ന ഈ ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള ഫേംസിന്റെ പ്രൈസിങ് സ്ട്രാറ്റജീസിനെ പറ്റി പറയുന്ന ഒരു ഐഡിയ ആണ് എന്താണ് ഈ കിങ് ഡിമാൻഡ് കർവ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ഒരു കാരണവശാലും പ്രൈസ് കോമ്പറ്റീഷൻ അല്ല, നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത്. അപ്പൊ മറ്റ് മാർക്കറ്റ് സ്ട്രക്ചറിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള നോൺ പ്രൈസ് കോമ്പറ്റീഷൻ നടക്കുന്ന ഈ ഒരു സെനാറിയോ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൈസ് റിജിഡിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ കിങ് ഡിമാൻഡ് കർവ്. പക്ഷേ എന്നാലും നമ്മുടെ കിങ് ഡിമാൻഡ് കർവിന് ഒരുപാട് പ്രശ്നമുണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ഒരു സ്റ്റേറ്റിക് നേച്ചറിനെ പറ്റിയിട്ടാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് കിങ് ഡിമാൻഡ് കർവ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അഗൈൻ നമുക്ക് മനസ്സിലായി യഥാർത്ഥ കോംപ്ലക്സ് വേൾഡിൽ ഒരു കാരണവശാലും എല്ലാ ഫേംസും ഒരുപോലെ ബിഹേവ് ചെയ്യണമെന്ന് നമുക്ക് വാശി പിടിക്കാനും പറ്റില്ല, അല്ലെ? അപ്പൊ അതാണ് നമ്മുടെ കിങ് ഡിമാൻഡ് കർവിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ. ഹോപ്പ് യു കുഡ് അണ്ടർസ്റ്റാൻഡ്. അടുത്തതായി പറയാനുള്ളത് നമ്മുടെ ലേൺ അക്കാഡമി ആപ്പിനെ പറ്റിയിട്ടാണ്. സോ ആക്ച്വലി യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, ലൈവ് as well as recorded classes, free MCQ based weekly tests, ഇതെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതിന്റെ ലിങ്ക് അഗൈൻ ഞാൻ പറയുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. യു ക്യാൻ ടേക്ക് ഇറ്റ്. അടുത്തത് നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാം. അതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. So I request you to like, share and subscribe to our channel for more videos. Thank you.